തൊടുപുഴയിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് മുനിസിപ്പാലിറ്റി ഇലക്ഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ അസ്ലമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടത്. കാരണം അത് ഇടാണ്ടായ സാഹചര്യം, ഇന്നലത്തെ ദിവസം എന്ന് പറയുന്ന അസ്ലം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ട് 8 വർഷക്കാലമായി 8ാമത്തെ ആണ്ടാണ് ഇന്നലെ ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ജീവനുള്ള കാലത്തോളം ആ കുഞ്ഞുങ്ങളെ മുഖമൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഹൃദയവികാരത്തോട് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കൊന്നു തള്ളിയ കാപാലികരുടെ കൂട്ടത്തിൽ കൂടിക്കൊണ്ട് ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കട്ടിങ് എനിക്ക് ഒരുപാട് എൻ്റെ പ്രേക്ഷകർ എനിക്ക് ഫേസ്ബുക്കിലെ കൂടി മെസ്സഞ്ചറിലേക്ക് അയച്ചു തന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു വികാരം ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടതാണ്. അപ്പൊ അതിനകത്ത് ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ലീഗിനെ മോശമായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇട്ടതാ എന്നതാണ് തെറ്റിദ്ധരിച്ചത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഇനി മുസ്ലിം ലീഗിന് അവിടെ അതിനുള്ള യോഗ്യതയും അവകാശം ഉന്നയിക്കാനുള്ള അവകാശവും റൈറ്റും ഒക്കെ ഉണ്ട്. അത് കോൺഗ്രസ് അവിടുത്തെ ജില്ലാ കമ്മിറ്റി പരിഗണിക്കാത്തതിന്റെ പരിഭവവും പ്രയാസങ്ങളും മനോവിഷമവും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ ഗ്രൂപ്പിനകത്തും കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ലീഗിനൊന്നും ഒരു ഘട്ടത്തിൽ പോലും കുറ്റം പറയുന്ന ആൾക്കാരും അല്ല ഞങ്ങൾ. പക്ഷെ അവിടെ നടന്ന വിഷയം എന്താ, അങ്ങനെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വഴികൾ വേറെ ഉണ്ട്. ഈ പറയുന്ന ഈ കൊലപാതക രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് അത്തരം നിലപാട് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് വിയോജിപ്പുണ്ടായത്. ആ വിയോജിപ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി മുസ്ലിം ലീഗിനെ അങ്ങനെ കോൺഗ്രസ് അങ്ങനെ അവിടെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ, അതായത് ഒറ്റക്ക് നിന്നിട്ട് അതിനെ ഫൈറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊക്കെ കൂടെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോടു കൂടി തന്നെ ഞങ്ങളും സംസാരിക്കും, അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. അപ്പൊ അങ്ങനെ സ്വീകരിക്കാതെ അത് ഈ കൊലയാളി പാർട്ടിന്റെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്തതിന് ശേഷം പുറത്തു വന്ന് വീണ്ടും ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള വോയിസും വേർഡ്സും ആ മുദ്രാവാക്യത്തിൽ വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആ പോസ്റ്റ് അവിടെ ഇടാണ്ടായ സാഹചര്യം ഉണ്ടായത്. അല്ലാതെ മുസ്ലിം ലീഗിനെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ആരും കുറ്റം പറയുന്നവരല്ല. മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥതയെ പറ്റി ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നവരുമല്ല. നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശവും റൈറ്റും തന്നെയാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ അത് മറ്റൊരു തരത്തിൽ ചോദിക്കേണ്ടതിന് പകരം ഇവരെ കൂടി നിന്നുണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ആ പോസ്റ്റ് അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ടു. അല്ലാതെ ഞാനൊരു ലീഗ് വിരുദ്ധനായിട്ടൊന്നും നിങ്ങൾ ആരും ചിത്രീകരിക്കേണ്ട. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളെപ്പോലുള്ളവർ ഘടക കക്ഷിയായിട്ടല്ല, ഞങ്ങൾ സഹോദര പ്രസ്ഥാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട അതിനകത്ത്. ഇനിയിപ്പോ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു ആർക്കും വേണ്ട. ആവർത്തിച്ച അർത്ഥശങ്കക്കിടയില്ലാതെ ഞാൻ പറയുന്നു, ഒരു ഘട്ടത്തിൽ പോലും മുസ്ലിം ലീഗിനെ അവരുടെ കാര്യത്തിനകത്ത് ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇടപെടാനോ ഞങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ ഉണ്ടായ സംഭവത്തിനകത്ത് കോൺഗ്രസിന് വീഴ്ച ഉണ്ടായതിനേക്കാൾ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് ഒരു വീഴ്ച അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനാണ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മാർഗങ്ങളുണ്ട്. അവർക്ക് ബഹിഷ്കരിക്കാം, അല്ലെങ്കിൽ മാറി നിൽക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഇവരെ വിജയിപ്പിച്ചത് മാത്രമല്ല, എന്നിട്ട് അവരോട് കൂടെ നിന്നിട്ട് ഇന്നലത്തെ പ്രത്യേക ദിവസം എന്ന് പറയുന്ന അസിലമിൽ, അതായത് ഒരു പെറ്റിക്കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരു പാവം പിടിച്ചവനാ, ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു എന്നിട്ട് കോടതിയിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കണോ? എന്നിട്ട് കുത്തി അങ്ങ് കൊന്ന ആ പാർട്ടിയുമല്ല, അതും ഏത് ദിവസം? ഈ അസിലമിന്റെ ഓർമ്മ ദിവസം, ആണ്ട് ദിവസത്തിനകത്ത്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ അത് ഹൃദയമുള്ള ഒരു മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയും. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണ്ടേ? എന്നിട്ട് അത് മാത്രമല്ല, അത് വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വഴിക്ക് അങ്ങ് പോവുക. അതല്ല, പിന്നെ അവരോട് കൂടിയിട്ട് ആ പറയുന്ന തൊടുപുഴ ടൗണിലെ കൂടി ഒരു മുദ്രാവാക്യം വിളിച്ച് നടക്കുക. എന്നിട്ട് ആ മുദ്രാവാക്യത്തിന്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ അന്തംകമ്മികൾ സൈബർ ലോകത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഇട്ടു തരുമ്പോൾ നമുക്ക് വലിയ മനോവിഷമവും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രയാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ആ പോസ്റ്റ് അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അല്ലാതെ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്താനോ മുസ്ലിം ലീഗ് ചെയ്യുന്ന നല്ല പ്രവർത്തികൾ പിന്നെ കുറച്ച് കാണിക്കാനോ ഒന്നുമല്ല. അതെ, ഞാൻ എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട്, മുസ്ലിം ലീഗ് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് വലിയ ചാരിത്രാർത്ഥത്തോട് അഭിമാനിക്കുന്നവരാണ് ഞങ്ങൾ. അതായത് ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് മുസ്ലിം ലീഗ്. അതിലെ ഇവിടെ ആൾക്കാർ തർക്കം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാൻ ആ പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം ഓരോരോ എന്താ പറയേണ്ടത് സാഹചര്യം നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം.
കാരണം ഇന്നലെ ഞാൻ ആവർത്തിച്ചെടുത്ത് പറയാ, ഇന്നലെ അസ്ലമിന്റെ ആണ്ട് ദിവസമായിരുന്നു. ആ ആണ്ട് ദിവസത്തില് മനസ്സാക്ഷിയുള്ള മുഴുവൻ മതവിശ്വാസികളും അദ്ദേഹത്തിന്റെ കബറിലേക്ക് വേണ്ടി ഫാത്തിയൊക്കെ ഓതി ഹജ്ജ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു പോസ്റ്റും ഇങ്ങനൊരു മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് ആ പാർട്ടി, അവൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ഇങ്ങനെ ഒരു കാര്യം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാകുന്ന മനോപ്രയാസം അല്ല മനോവിഷമം അത് അടയാളപ്പെടുത്തി എന്നേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഏതെങ്കിലും പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഞാൻ ആ ഇട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഹൃദയ വികാരം കൊണ്ട്, അതായത് മറക്കാൻ പറ്റാത്ത ഒരുപാട് മുഖങ്ങളുണ്ട് ഞങ്ങളൊന്നും ജീവനുള്ള കാലത്തോളം. ഒന്ന് പറയുന്ന മൻസൂർ, ഈ പാനൂർ മേഖലയിലുള്ള, അതുപോലെ തന്നെ ഷുഹൈബ്, പിന്നെ ഞങ്ങൾ എടയന്നൂര് ഷുഹൈബ്, പിന്നെ ശരത്ലാല്, കൃപേഷ്, അതുപോലെ തന്നെ അരിയൽ ഷുക്കൂർ, ഇവരൊന്നും പറഞ്ഞ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളാ. അതായത് ജീവിതം എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് എന്നതിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കാവലിരുന്ന് കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് കൊല്ലിച്ചതാ. ഏതെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടോ ഒരു സംഘടനത്തിന്റെ ഭാഗമായിട്ടോ കൊല്ലപ്പെട്ടതല്ല, മാർക്ക് ചെയ്ത് കൊന്നു തള്ളിയതാ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയുമായിട്ട് ഇങ്ങനെ ചങ്ങാത്തം കൂടിയിട്ട് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിന്റെ 2 or 3 സീറ്റിന് വേണ്ടിയിട്ട് പിന്നെ അവരോടൊപ്പം ചേർന്നിട്ട് ഇങ്ങനെ വൾഗറായിട്ടുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു UDF പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, അതിനകത്ത് എന്നെ രാഷ്ട്രീയം നിങ്ങൾ കാണുക വേണ്ട, ഒരു UDF ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്കുണ്ടായ വികാരം മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഞാൻ വേറെ ഒരു ദുരുദ്ദേശത്തോടു കൂടിയല്ല. കാരണം ഇത് പറയുന്നത് കുറെ ആള് വന്നിട്ട് പറയും നീ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ ആള്, നീ എന്തുകൊണ്ട് മറ്റേ പറയുന്നില്ല, ഇത് പറയുന്നില്ല, അവിടെ കൊലപാതകം നടന്നില്ല, ഇവിടെ കൊലപാതകം നടന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കണം. അതിനൊന്നും ഇപ്പൊ ഞാൻ തൽക്കാലം മറുപടി പറയുന്നില്ല. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ ഓരോരോ കാഴ്ചപ്പാടിലും ഓരോരോ വ്യത്യസ്തമായിട്ട് പറയേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, ഏതായാലും ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇന്നലത്തെ ദിവസം ഈ 8 തികയുന്ന ദിവസത്തിന് തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും എനിക്ക് വ്യക്തിപരമായിട്ട്, എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, എന്റെ പാർട്ടിയായ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെങ്കിലും ഞാനത് കൃത്യമായിട്ട് പറയും. ഇതിനേക്കാൾ അപ്പുറം കടത്തി പോസ്റ്റുകളെ കടത്തി ഞാൻ പറയും. പിന്നെ ഞാൻ കുറച്ചും കൂടി ആത്മസമീപനം പാലിച്ചത് ഘടകകക്ഷി എന്നുള്ള നിലക്കാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോടാണ് ഞാൻ പറയുന്നത്, എന്റെ ഒപ്പം നിൽക്കുന്ന, എന്റെ എല്ലാ ഘട്ടത്തിലും എന്റെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിൽക്കുന്ന പല ആളുകളും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നത് അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. ഇന്നലത്തുള്ള ആ വികാരം, എന്താ പറയാ, ആ പ്രകടനം കേട്ടപ്പോഴുണ്ടാകുന്ന ആ വികാരത്തിന്റെ പുറത്ത് ഞാൻ സ്വാഭാവികമായിട്ട് അവിടെയും കടന്ന് ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഏതായാലും ഞാൻ മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഹൃദയ വികാരമുള്ള ഒരു മനുഷ്യനിക്കും ഈ പറയുന്ന ഈ കൊലപാതക പാർട്ടിയോട് സന്ധി ചെയ്യാനോ അവരോട് സമരസപ്പെട്ട് പോകാനോ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യവും ഉറച്ച വിശ്വാസവും. ഇനിയിപ്പോ എന്റെ നേതാക്കന്മാർ അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഒരു ഘട്ടത്തിൽ പോലും കമ്മ്യൂണിസ്റ്റുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്ത, അവരുമായിട്ട് ഒരു സഹകരണവും വേണ്ട. 1000 ഇലക്ഷനിൽ ഞങ്ങൾ പരാജയപ്പെട്ടാലും, എന്തഭിമാനം പണയപ്പെടുത്തേണ്ടി വന്നാൽ പോലും അവരുമായിട്ടുള്ള ഒരു സഖ്യവും നമ്മൾ ചെയ്യാനേ പാടില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കാം, നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ യോജിക്കും. ഞാൻ ഈ പറയുന്ന ഈ കൊല്ലപ്പെട്ട ഈ 4-5 ചെറിയ കുഞ്ഞുങ്ങൾ എന്തിന്റെ പേരിലാ? എന്തെങ്കിലും ക്രൈമിനകത്തപ്പെട്ടവരാണോ അവര്? എങ്ങനെയാണെങ്കിലും നമുക്ക് അങ്ങനെയെങ്കിലും കരുതിയിട്ട് സമാധാനിക്കാമായിരുന്നു. അതും ഇല്ലല്ലോ അവരുടെ പേരിൽ. അവര് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്ത് നല്ലത് പ്രവർത്തിക്കുന്നവരാ. ശരത്ലാലായാലും കൃപേഷ് ആയാലും ഷുഹൈബ് ആയാലും ഈ അസ്ലമായാലും ഈ കഴിഞ്ഞ ഈ നിയമസഭാ ഇലക്ഷനിൽ കൊല്ലപ്പെട്ട മൻസൂർ ആയാലും, മൻസൂർക്ക് ചെയ്ത തെറ്റെന്താ? ഒരു ഓപ്പൺ വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായതാ. അത് കഴിഞ്ഞ് പോളിംഗും കഴിഞ്ഞ് ഇവര് പിന്നെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഘട്ടത്തിൽ സ്വന്തം ഉമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇവന്റെ സുഹൃത്തുക്കൾ വന്ന് പുറത്ത് വിളിച്ച് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ആടിനെ കഴുത്തിൽ കത്തി വെച്ച് കൊല്ലുന്നത് പോലെ കൊന്നു തള്ളിയത്. അത് ആർക്കങ്ങനെ ചെയ്യാൻ പറ്റും? ആ പ്രസ്ഥാനത്തിനല്ലാതെ, ആ ഭീകരന്മാർക്കല്ലാതെ വേറെ ആർക്കത് ചെയ്യാൻ പറ്റുക? അങ്ങനെ നിങ്ങൾ മനസ്സാക്ഷിയോട് നിങ്ങൾ യോജിച്ചോ? എന്നിട്ട് ആ സംഘടനയുമായിട്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആ സഖ്യമുണ്ടാക്കി അവളെ പരാജയപ്പെടുത്തിയത് മാത്രമല്ല, അതിനുശേഷം വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോ ഈ പറയുന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയോ അൺപാർലമെന്റ് വാക്ക് ഉപയോഗിച്ചിട്ട് ആവേശപ്പുറത്തായിരിക്കാം അത് വിളിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന നമുക്കത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അസ്ലമിന്റെ ആണ്ട് ദിവസത്തിലെങ്കിലും നിങ്ങൾക്ക്
ഈ പ്രവൃത്തി ഒന്ന് മാറ്റി വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അത്തരം പ്രവൃത്തി ചെയ്തവർക്ക് കാലം കൊടുക്കുന്ന ശിക്ഷ അതെന്തായാലും ഉണ്ടാകും. പണ്ട് പിന്നെ എന്നാ പറയുന്നത്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അന്നറക്കന്നറ. അതാ ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇനിയിപ്പം ഇടുക്കിയിലെ DCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അദ്ദേഹത്തെ നല്ല അഭിപ്രായമൊന്നുമില്ല. കാരണം ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ പ്രാദേശിക നേതാക്കന്മാരെ പോലും തഴഞ്ഞ് അദ്ദേഹം സ്വയം ഇഷ്ടത്തിൽ ധാർഷ്ട്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു DCC പ്രസിഡന്റാ. അദ്ദേഹത്തിനെ മാറ്റണം എന്ന് തന്നെയാണ് നമ്മളെപ്പോലുള്ള കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ വികാരങ്ങളും വിചാരങ്ങളും. അതൊക്കെ നമ്മൾ പറയാൻ പറ്റുന്നതും ആ വികാരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അതിനൊന്നും തർക്കമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ആ പ്രസിഡന്റിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനോപ്രയാസങ്ങളോ വിഷമങ്ങളോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കോൺഗ്രസുകാരുടെ വെടിയിലേക്കും വെച്ച് കെട്ടാതെ ആ നടക്കുന്ന പ്രദേശത്തുള്ള അവരുടെ കാര്യങ്ങൾ കോൺഗ്രസിന്റെ പിന്നെ സ്റ്റേറ്റ് നേതൃത്വത്തോടോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തോടോ നിങ്ങൾക്ക് രേഖാമൂലം പരാതിപ്പെടാം. അതിനുള്ള അവകാശമായിട്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ. അതായത് UDFന്റെ പ്രബലമായ രണ്ടാം കക്ഷിയാ. അതിനെന്താ നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് പോയാ പോലെ. പക്ഷെ അതിന് പകരം നിങ്ങൾ ഈ കൊലയാളി പാർട്ടിന്റെ കൂടെ നിന്നുകൊണ്ട് അത് പിന്നെ പരാജയപ്പെടുത്തിയത് മാത്രമല്ല, അതിനുശേഷം നിങ്ങൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളിക്കൊക്കെ ചെയ്യണമെന്ന് നിങ്ങളിപ്പോ സ്വന്തമായി മത്സരിച്ച് വിജയിച്ച് വന്നിട്ട് നിങ്ങൾ ആവേശപ്പുറത്തൊക്കെ നിങ്ങൾക്ക് വിളിച്ചു, അതിലൊക്കെ നമുക്ക് ഇഷ്ടമേ ഉള്ളൂ. അതൊക്കെ വേണം, അതൊന്നും വേണ്ടെന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ വർഗശത്രുവായ ഒരു കക്ഷിന്റെ കൂടെ ചേർന്നിട്ട് ഇത്തരം പ്രവർത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വിചാരങ്ങളുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇപ്പുറം ഉണ്ടാകും. കാരണം ഞങ്ങളെപ്പോഴും ഒരു ഘട്ടത്തിലും അവർ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെ കൂടെ കളിച്ച് വളർന്ന് ഞങ്ങളെ കൂടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പാർട്ടിയുടെ കാര്യങ്ങൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വ്യക്തികൾ പെട്ടെന്ന് വൈകുന്നേര സമയങ്ങളാകുമ്പോൾ ഇത് അവൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ആ ഘട്ടത്തിൽ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം അവരെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്ര ക്ലിയറാ. ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നവരവരൊക്കെ, ശരത്തിലായാലും കൃപീഷായാലും. അന്ന് കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ പോലും അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ വർക്ക് ചെയ്യുക. ആ സമയത്താണ് അവർ വീട്ടിലേക്ക് ഡ്രസ് മാറാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ പതിയിഴഞ്ഞ് ഈ നാണം കെട്ട വർഗങ്ങൾ കൊന്നു തള്ളി റോഡ് സൈഡിൽ കൊന്നിട്ടതിന് ശേഷം ആ ബോഡി ആദ്യമായിട്ട് ഈ ശരത്ലാലിന്റെ സഹോദരിക്ക് കാണേണ്ടി വന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം സഹോദരൻ, ഒരു ക്രൈമും ചെയ്യാത്ത ഒരു സഹോദരൻ റോഡ് സൈഡിൽ എന്താ പറയുക തറച്ചിട്ടിട്ട് അത് പെട്ടെന്നൊരു മറ്റൊരു വാഹനത്തിൽ വന്ന് ഇറങ്ങി വരുന്ന സഹോദരി അത് കാണേണ്ടി വന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിന്റെ ഗൗരവം. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയുമായിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി എന്ത് വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് സന്ധി ചെയ്യാൻ പറ്റുമോ? ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് ഒരിക്കലും സന്ധി ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും സന്ധി ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കണ്ടപ്പോഴുണ്ടാകുന്ന ചേതോ വികാരത്തിന്റെ പുറത്താണ് ഞാൻ ഇന്നലെ ആ പോസ്റ്റ് ഇട്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകരോട്, എന്റെ ഒപ്പം നിൽക്കുന്നവരോട് വളരെ താഴ്മയോട് പറഞ്ഞു വെച്ചുകൊണ്ട്, അത്തരം പോസ്റ്റിനകത്ത് ആർക്കെങ്കിലും വലിയ മനോവിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ ഹൃദയ വികാരത്തോടു കൂടി ഇട്ടതാണ്. അത് ഞാൻ ക്ഷമയും ചോദിക്കുന്നു. ഓക്കെ.